കണ്ണൂരുള്ള ശ്രീ സുന്ദരേശ്വര ടെമ്പിളിലാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. വിച്ചുട്ടാ ഹലോ, ഇങ്ങോക്കെ ഹായ് പറ, ഹായ് എന്ന് പറ, ഹായ് ജിങ്കിടു ജിങ്കിടു. ഞാൻ രാവിലെ 4 മണിക്ക് വിളിച്ചു. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്ക് വന്നിട്ടാണ് വിഷുവിന് ഡ്രസ്സ് എടുക്കുന്നത്. കടയിൽ വെച്ചിട്ട് തിരക്കിനിടയിൽ ഒരു ചേച്ചിയുടെ സ്വർണ്ണമാല പോയി. അതാണ് ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഗൈസ്, ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ മൊത്തത്തിൽ മാറ്റിയിട്ട് എനിക്ക് കാണാം. എൻ്റെ ലുക്ക് തന്നെ മാറാൻ പോവുകയാണ്. എങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ ഗൈസ് ആണോ പോയി. വീടെത്തി ഗൈസ്. ഹലോ, അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരുന്ന ഫുഡ് കഴിച്ചു. ജസ്റ്റ് ഒരു ഷേക്ക് അല്ല ജ്യൂസ്, വാട്ടർ മെലൺ ജ്യൂസ് കുടിച്ചുകൊണ്ടിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. പതിവിലും നേരത്തെ ഞാൻ എണീച്ചത് കൊണ്ട് അതിൻ്റേതായ ക്ഷീണമുണ്ട്. സോ ഇനിയും റെസ്റ്റ് എടുക്കൽ തന്നെയായിരിക്കും. ഇത്രയും നേരം പണിയെടുത്തല്ലേ, അല്ല ഇത്രയും നേരം വെറുതെ ഇരുന്നല്ലേ, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ആൻഡ് ഇനിയെന്താ, ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ വെറുതെ വീട്ടിൽ കുത്തിരിക്കുക. എന്നാൽ പിന്നെ ഞാൻ ഈ ജ്യൂസ് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിശ്വസിക്കുന്നു. എനിക്കങ്ങനെ ഉച്ചക്ക് ഉറക്കം വരുന്ന ഒരാളല്ല, പക്ഷേ പതിവിനും നേരത്തെ എണീച്ച ദിവസങ്ങളിൽ എനിക്കിങ്ങനെ ഉറക്കം വരാറുണ്ട്. നോക്കാം, ചിലപ്പോൾ ഉറങ്ങും. ബൈ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചു. ഇങ്ങനെയൊക്കെ വിളക്ക് കത്തിക്കണം ഗൈസ്. വിളക്ക് കത്തിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഇത്ര സമയം വെറുതെ ഇരുന്നതാണ്. ടൈമായി. അപ്പം വിളക്കൊക്കെ കത്തിച്ചിട്ട് വരാം. വിളക്കൊക്കെ കത്തിച്ചു. ഇവിടെ ഒരാളുണ്ട് ഗൈസ്. ഇവിടെ കണ്ണൂർ ഭാഷ വന്നിട്ട് ഇവിടെ വേണ്ടല്ലേ. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചില്ലിങ് ആണ് സുഹൃത്തുക്കളെ. ഒടുക്കത്തെ ചൂട് കാരണം പുറത്ത് ഞാനിങ്ങനെ ചെറുതായിട്ടുള്ള കാറ്റ് കൊള്ളാൻ വന്നിരിക്കുകയാണ്. ഇത്രയോ കണ്ടിട്ടുള്ള എന്നോട് കുളിച്ച് ഞാൻ ചോദിക്കുന്നു, ഈശ്വര എൻ്റെ വ്ളോഗിൽ പോയി കുപ്പായം ഉണ്ടാവുക. എൻ്റെ ഈ എല്ലാ വ്ളോഗിലും ഈ കുപ്പായം കണ്ട് നിങ്ങൾ ആരും ഒന്നും പറയരുത്. ആക്ച്വലി പിന്നെ ഈ ഡ്രസ്സ് ഇടാൻ ഞാൻ 2 ദിവസം ഗ്യാപ്പിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എപ്പോൾ ഇടുന്നു അന്നേരം ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കേണ്ട ഓർമ്മയുണ്ടാവുക. ഇതെല്ലാം ആരോടെ പറയുന്നില്ലേ, എൻ്റെ 44 വ്യൂവേഴ്സിനോടും 263 സബ്സ്ക്രൈബേഴ്സോടും. ഇതാണ് ആ ആൾ ഗൈസ്. ഞാൻ എൻ്റെ പാൻറ്റ് മാറ്റിയിട്ടുണ്ട്. നോക്കൂ മാഡം. ഓ കാർക്കൂന്തൽ മാഡം. നല്ല സുഖമായിട്ടോ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അത്യാവശ്യം തണുപ്പുണ്ടാവും. എന്തായാലും ഉള്ളിലത്തെല്ലാം കാട്ടി തണുപ്പുണ്ടാവും. ഇതാണ് മാഡത്തിൻ്റെ വീട് ഗൈസ്. സൂപ്പർ ഹോം. അത്യാവശ്യം നല്ല കാറ്റുണ്ടാവും പുറത്തിരിക്കും.